എപ്പിസോഡ് ഓപ്പണിംഗ് സീനില് ഇപ്പൊ ഫൈക്ക് ആകാശ് അവരാണെങ്കിൽ ആ ബാറ്റിൽ ഫീൽഡ് ലക്ഷ്യമാക്കി അങ്ങനെ വരികയാണ്. അപ്പൊ ഒരു ലോങ് ഷോട്ടിലായിട്ട് കാണും ആ ഒരു വലിയ മരം, അതിന്റെ മുകളിലായിട്ട് എന്തോ ഒരു പൂവ്. ആകാശനാണെങ്കിൽ ഒന്നും മനസ്സിലാവില്ല, എന്താ ഇവിടെ സംഭവിക്കണേ, അതെന്താ. ഉടനെ കക്ഷുകി അത് സംഭവിച്ച കാര്യങ്ങളെല്ലാം തന്നെ ഹൊക്കാഗെ എനിക്ക് പറഞ്ഞു കൊടുക്കും. കട്ട് ചെയ്താ ഇപ്പൊ ബാറ്റിൽ ഫീൽഡ് കാണിക്കും ആ ഒരു മരം, അത് ഒരുപാട് ഷിനോബികളുടെ പവർ അത് അങ്ങനെ അബ്സോർബ് ചെയ്തെടുത്തിരിക്കുകയാണ്. അതിൽ ചില ഷിനോബികള് കൊല്ലപ്പെട്ടു, ചിലർക്ക് അവരുടെ ജീവൻ പതിയെ പതിയെ നഷ്ടപ്പെട്ടുകൊണ്ടിരിക്കുകയാണ്. ഈനോയും ചോച്ചിയും അവർ രണ്ടുപേരും സേഫാണ്. പക്ഷെ അപ്പോഴായിരിക്കും അവർ ഷിക്കമരു ശ്രദ്ധിക്കുക. സാക്ഷാൽ ഷിക്കമരു അവനിപ്പോ അവന്റെ പവറൊക്കെ നഷ്ടപ്പെട്ട് മരണത്തോട് മല്ലടിച്ചുകൊണ്ടിരിക്കുകയാണ്. ഈനോടനെ ഇപ്പൊ കക്ഷുകിയോട് പറയും എത്രയും പെട്ടെന്ന് ഇവനെ ഹീൽ ചെയ്യണം. ഇപ്പോഴായിരിക്കും കക്ഷുകി പറയാ ആ ഒബീട്ടോ അവന്റെ ഈ ഒരു പവർ അതെന്റെ പവർ ചേർത്താണ് അബ്സോർബ് ചെയ്തെടുക്കുന്നത്. ഞാൻ ആരെയൊക്കെ ഹീൽ ചെയ്തിട്ടുണ്ടോ അവരൊക്കെ ആ ഒരു മരം തെരഞ്ഞു പിടിച്ച് കൊന്നു കളഞ്ഞു. സോ എന്നെ കൊണ്ട് ഇവനെ ഹീൽ ചെയ്യാനാവില്ല. ഉടനെ സാക്കുറയാണെങ്കിൽ ഇപ്പൊ ഷിക്കമരുവിന്റെ അടുത്തേക്ക് ഓടിയെത്തും. അവളിപ്പോ അവളുടെ പവർ വെച്ച് എങ്ങനെയെങ്കിലും ഷിക്കമരുവിനെ ഹീൽ ചെയ്യാൻ പറ്റുമോ എന്ന് ശ്രമിക്കാൻ തുടങ്ങും. ഉടനെ ഒബീട്ടോ അവൻ ഫുൾ ഫോമില് പുറത്തേക്ക് വരും. അവൻ പറയും നിങ്ങൾക്കാർക്കും എന്റെ പവറിന് മുൻപിൽ ഇനി രക്ഷപ്പെടാനാവില്ല. ഈ ഷിനോബി വേൾഡ് അത് ഞാൻ ഇല്ലാതാക്കും. ഇവിടെ നറൂട്ടോയ്ക്കാണെങ്കിൽ എന്താ ചെയ്യേണ്ടതെന്ന് അറിയില്ല. അവൻ കരയാണ്. അപ്പോ ഒബീട്ടോ അവനിപ്പോ അവൻ ജീവനോട് കൂടെ ബാക്കിയുള്ള ഷിനോബികളോട് ചോദിക്കും നിങ്ങൾക്ക് എന്റെ പുതിയ ലോകത്തേക്ക് വരാൻ താല്പര്യമുണ്ടോ? അവിടേക്ക് വരികയാണെങ്കിൽ നിങ്ങൾക്ക് ആവശ്യമായതെല്ലാം ഞാൻ തരും. ഷിനോബികൾക്കാണെങ്കിൽ എന്താ പറയേണ്ടതെന്ന് അറിയില്ല. അവരങ്ങനെ ഫ്രീസായിട്ട് നിൽക്കും. ഉടനെ ഹാസ്രാമ ആള് നിലവിളിച്ചു പറയും ഒരു കാരണവശാലും അവന്റെ ഓഫർ സ്വീകരിക്കരുത്. കാരണം അവന്റെ ഗെഞ്ചുപ്സൂല് പെട്ടുപോയാ പിന്നെ നിങ്ങൾക്ക് ആർക്കും തിരികെ വരാനാവില്ല. തേർഡ് ഹൊക്കാഗെ പറയും നിങ്ങൾ എല്ലാവരും വളരെയധികം കെയർഫുൾ ആയിരിക്കണം. ഈ ഒരു മരം അത് നിങ്ങളുടെ ബോഡിയിൽ ടച്ച് ചെയ്താ നിങ്ങളുടെ പവറും ജീവനും ഒരുപോലെ നിങ്ങൾക്ക് നഷ്ടാവും. അങ്ങനെ ഒരു കാര്യമായിട്ട് ഡിസ്കസ് ചെയ്യുമ്പോഴായിരിക്കും ഒറോച്ചിമാറു ആളവിടേക്ക് ചാടി വീഴ. സുഗട്സൂനാണെങ്കിൽ സാസുകയും ജൂഗോയെയും കരീനയൊക്കെ കാണുമ്പോൾ ഒരുപാട് സന്തോഷാവും. ഒറോച്ചിമാർ സാസുകയെ നോക്കും. അവൻ വളരെ സാഡായിട്ട് നിൽക്കുകയാണ്. എന്തു പറ്റി, എന്താ ഉണ്ടായേ? അപ്പോഴായിരിക്കും തേർഡ് ഹൊക്കാഗെ ആള് പറയാ ആ ഒരു മരം അതിലുള്ള പൂക്കള് അത് മുഴുവൻ വിരിഞ്ഞ ആ ഇൻഫിനിറ്റി സുക്കിനോമി അത് കംപ്ലീറ്റ് ആവും. അതെങ്ങനെയെങ്കിലും തടയണം. അതിനുവേണ്ടിയാണ് സാസുകയും ഈ ഷിനോബി വേൾഡും അങ്ങനെ എല്ലാവരും ശ്രമിച്ചുകൊണ്ടിരിക്കുന്നത്. ഇവിടെ ഹാസറാമയാണെങ്കിൽ ഇപ്പൊ മാധുരോട് ചോദിക്കും ഇത്രയും ഷിനോബികളുടെ പവർ അതാ മരം വളരെ ഈസി ആയിട്ട് അബ്സോർബ് ചെയ്തെടുത്തു, എന്നിട്ടും ആ ഇൻഫിനിറ്റി സുക്കിനോമി അത് ആക്റ്റീവ് ആവാത്തത് എന്തുകൊണ്ടാണ്? അതിന് മാധുര പറയും 8th ടൈലും 9th ടൈലും അവിടെ ഉണ്ട്. അവരുടെ കൂടെ പവർ അതിനാവശ്യമാണ്. മാധുര പറയും ഓൾറെഡി അതിന് ഒരുപാട് ചക്ര പവർ കിട്ടിക്കഴിഞ്ഞു. സോ 15 മിനിറ്റ് കൊണ്ട് ആ പൂക്കള് അത് പതിയെ പതിയെ വിടരും. പക്ഷെ അതിനു മുൻപ് നിന്റെ സേജ് പവർ ഉപയോഗിച്ച് ഒബീട്ടോയെ തകർത്ത് അവന്റെ പവർ ഞാൻ എടുക്കും. ഹാസറാമയാണെങ്കിൽ ഇതൊക്കെ കേട്ട് ഫ്രീസായിട്ട് നിൽക്കും. ആൾക്ക് എന്താ ചെയ്യേണ്ടതെന്ന് അറിയില്ല. ആൾ ഉറക്കെ വിളിച്ച് ചോദിക്കും യാമുനാഗ ക്ലാനിലുള്ള ആരെങ്കിലും ഇവിടെ ഉണ്ടോ? ഉടനെ ഈനോ അവൾ അത് കേട്ട് റെസ്പോണ്ട് ചെയ്യും ഞാനുണ്ട്. ഹാസറാമ പറയും എനിക്ക് എത്രയും പെട്ടെന്ന് ഷിനോബികളിലേക്ക് ചില കാര്യങ്ങൾ എത്തിക്കാനുണ്ട്. നിനക്കെന്നെ എല്ലാ ഷിനോബികളുമായിട്ട് ഒന്ന് ലിങ്ക് ചെയ്യാൻ കഴിയോ? അത് കേൾക്കേണ്ട താമസം ഈനോ അവളുടെ പവർ ഉപയോഗിച്ച് എല്ലാവരുമായിട്ട് ലിങ്ക് ചെയ്യും. മാത്രമല്ല ഫൈക്ക് ആകാശ് അവരവിടെ എത്തിയതുകൊണ്ട് തന്നെ അവളുടെ ലിങ്ക് അത് അവരിലും ഇപ്പൊ കണക്റ്റ് ആവും. ആസറാമയാണെങ്കിൽ അവന് കിട്ടിയ ഇൻഫർമേഷൻ അത് മുഴുവൻ ഇപ്പൊ എല്ലാവരോടും പറയാൻ തുടങ്ങും. ആസറാമ പറയുന്ന കാര്യങ്ങൾ കേട്ട് അവർ ഷോക്കാവും. അപ്പൊ ഈ ഒരു മരം അതിലൂടെയാണോ നമുക്ക് ഈ പവറൊക്കെ കിട്ടിയെന്ന് പറഞ്ഞ് എല്ലാവരും ആ മരത്തിനെ നോക്കി നിൽക്കും. ഇവിടെ ഒബീട്ടോ ആണെങ്കിൽ എങ്ങനെയെങ്കിലും എനിക്ക് കുറച്ചുകൂടെ പവർ ആവശ്യമാണെന്ന് പറഞ്ഞ് ചുറ്റും നോക്കിക്കൊണ്ടേയിരിക്കും. ഹാസറാമ പറയും നമ്മുടെ മുൻപിൽ 15 മിനിറ്റ് മാത്രമാണ് ബാക്കിയുള്ളത്. അതിനുള്ളിൽ ഈ ഒരു മരം തകർക്കണം, അല്ലെങ്കിൽ ഈ മരം ക്രിയേറ്റ് ചെയ്തവനെ അവനെ ഇല്ലാതാക്കണം. മരമാണെങ്കിൽ വീണ്ടും വീണ്ടും വളർന്നു വന്ന് ഓരോ ഷിനോബികളെ ആയിട്ട് അങ്ങനെ കൊല്ലുകയാണ്. ഒബീട്ടോ വീണ്ടും വീണ്ടും പറയും എന്റെ പുതിയ ലോകത്തേക്ക് നിങ്ങൾ വരികയാണെങ്കിൽ അവിടെ നിങ്ങൾക്ക് ആവശ്യമായിട്ടുള്ള എല്ലാ കാര്യങ്ങളും നിങ്ങൾക്കുണ്ടാവും. കട്ട് ചെയ്ത സാസുക അവനിപ്പോ അവന്റെ സുസാനെ ഉപയോഗിച്ച് വളർന്നു വരുന്ന ആ മരത്തിന്റെ ഒരു ഭാഗം തന്നെ അങ്ങനെ വെട്ടി താഴെയിടും. സാസുക നറൂട്ടോട് പറയും ഞാനൊരിക്കലും നിന്നെപ്പോലെ കരഞ്ഞുകൊണ്ടിരിക്കില്ല, എന്ത് വില കൊടുത്തും ഞാനിതിനെ തകർക്കും. സാസുക ജൂഗോയെ കൂട്ടി വീണ്ടും ആ മരത്തെ തകർക്കാനായിട്ട് അതിന്റെ അടുത്തേക്ക് പോകും. അതൊക്കെ കണ്ട് ഇപ്പൊ നറൂട്ടോയ്ക്കും വെറുതെ ഇരിക്കാനാവില്ല. അവൻ പതിയെ പതിയെ ഇപ്പൊ അവന്റെ സേജ് മോഡിലേക്ക് പോകും. മാത്രമല്ല അവന്റെ കുട്ടിക്കാലത്ത് അവൻ എന്തൊക്കെ അനുഭവിച്ചിട്ടുണ്ടോ
അത് മുഴുവൻ അവന് ഓർമ്മ വരും. ഓൾറെഡി അവരിവരെ പരസ്പരം കണക്ട് ചെയ്തുകൊണ്ട് തന്നെ നറൂട്ടോ ചിന്തിക്കുന്ന കാര്യങ്ങൾ അതിപ്പോ എല്ലാവർക്കും വിസിബിൾ ആവും. നറൂട്ടോയുടെ ഫീലിങ്സ്, അവന്റെ കഷ്ടപ്പാട്, ബുദ്ധിമുട്ട്, അങ്ങനെ എല്ലാ കാര്യങ്ങളും സാക്കുറ, സാസുക, അവിടെ ഉണ്ടായിരുന്ന ഷിനോബികള്, അങ്ങനെ എല്ലാവരും തിരിച്ചറിയാനായിട്ട് ആരംഭിക്കും. ഒറോച്ചിമാറു, ഫൈക്കാകാസ്, അങ്ങനെ എല്ലാവരും കുട്ടപ്പന്റെ ഫീലിങ്സ് കറക്റ്റായിട്ട് തിരിച്ചറിയും. കുട്ടപ്പൻ ഗാറെ പ്രൊട്ടക്ട് ചെയ്തത്, അതിനുശേഷം അവന്റെ അച്ഛനെയും അമ്മയെയും എന്നും മനസ്സിൽ കരുതിയത്, അങ്ങനെ എല്ലാ കാര്യങ്ങളും ഇപ്പൊ അവൻ ഓർത്തു നിൽക്കും. നറൂട്ടോ പറയും, സാസുക, ഒരു കാരണവശാലും നിന്നെ ഞാൻ ഒറ്റയ്ക്കാക്കില്ല, നിന്റെ കൂടെ ഞാനും ഉണ്ടാവും. കട്ട് ചെയ്ത മിനട്ടോ ആളിപ്പോ ആളുടെ 9 പവർ അത് മുഴുവനായിട്ടും കുട്ടപ്പന് കൊടുക്കും. കുട്ടപ്പനത് മുഴുവനായിട്ട് അബ്സോർബ് ചെയ്തെടുക്കുമ്പോൾ മിനട്ടോയുടെ പവർ അതില്ലാതായി അവൻ നോർമലാവും. സാസുക വിളിച്ചു പറയും, നറൂട്ടോ, നിന്റെ സേജ് പവർ മാത്രമേ അവനിൽ വർക്കൗട്ട് ആവൂ. അത് കേട്ട് കുട്ടപ്പൻ അവൻ തലകുലുക്കും. അതേസമയം ഇവിടെ ജൂഗോ, അവനിപ്പോ അവന്റെ സേജ് പവർ കുട്ടപ്പന് കൊടുക്കാൻ തുടങ്ങും. കാരണം ജൂഗോയും ആ സേജ് പവറിലൂടെ ക്രിയേറ്റ് ആകപ്പെട്ടവനാണ്. അപ്പൊ അവിടുന്ന് അങ്ങനെ കട്ട് ചെയ്ത് ആ സുസാനെ കാണിക്കും. സുസാനയാണെങ്കിൽ ഫുൾ പവറിൽ നിൽക്കുകയാണ്. കരീന ഷോക്കാവും. സാസുകയെ കൊണ്ട് എങ്ങനെ ഈ സുസാനയെ ഫുൾ പവറിൽ എക്സ്ട്രീം മോഡില് കൊണ്ടുവരാൻ കഴിഞ്ഞു? അത് കേട്ട് ഒറോച്ചിമാറു ആള് ചിരിക്കും. ഒറോച്ചിമാറു പറയും, ജൂഗോയിൽ നിന്നാണ് ആ കേഴ്സ് മാർക്ക് പവർ അത് ഞാൻ ക്രിയേറ്റ് ചെയ്തത്. അതിന്റെ ഫലമായാണ് ഈ സുസാനയെ ഞാൻ ഉണ്ടാക്കിയത്. ജൂഗോയുടെ പവർ അത് ഞാൻ സാസുകയുടെ ബോഡിയിലേക്ക് കൊടുത്തിരുന്നു. അതുകൊണ്ട് തന്നെ അവനത് തിരിച്ചറിഞ്ഞ് ഇപ്പൊ ആ സുസാനയെ അതിന്റെ ഫുൾ ലെവലിലേക്ക് കൊണ്ടുവന്നിരിക്കുകയാണ്. ഒറോച്ചിമാറുവിനാണെങ്കിൽ ഇപ്പൊ സാസുകയെ ഓർക്കുമ്പോ ഒരുപാട് അഭിമാനം തോന്നും. നീ ഉറപ്പായിട്ടും ഇന്നല്ലെങ്കിൽ നാളെ ആ മാതൃയെ കഴിഞ്ഞും മുകളിലെത്തും. കാരണം നിനക്കത്രയും കഴിവും ടാലന്റും ഒക്കെ ഉണ്ട്. ഉടനെ കുട്ടപ്പനും സാസുകയും അവർ രണ്ടുപേരും കൈ കോർത്തു പിടിച്ച് ഒബീട്ടോയെ അറ്റാക്ക് ചെയ്യാൻ റെഡി ആയിട്ട് നിൽക്കും. അവർക്ക് ഓപ്പോസിറ്റ് ഒബീട്ടോ, അവൻ അവന്റെ പവർ എടുത്ത് അവരെ നേരിടാൻ തയ്യാറാവും. അപ്പൊ അവിടുന്ന് അങ്ങനെ സൂം ഔട്ട് ചെയ്ത് അവിടെയുള്ള ഷിനോബികളെ കാണിക്കും. അവര് പറയും, ഫൈക്കാകാസ്, അവരിവിടെ എത്തിയതിനു ശേഷം മാത്രമേ നമ്മൾ കളത്തിലിറങ്ങാൻ പാടുള്ളൂ. കട്ട് ചെയ്ത മാതുറ, അവൻ ഹാസറാമയോട് പറയും, ഉറപ്പായിട്ടും എന്റെ സ്വപ്നം അതിലേക്ക് ഞാൻ എത്തും. അതിന് തടസ്സമായ ആരൊക്കെ വന്നാലും അവരെ ഞാൻ ഇവിടെ നിന്ന് തുടച്ചു നിൽക്കും. അപ്പോഴായിരിക്കും ഒരു വമ്പ ട്വിസ്റ്റ്. മാതുരയുടെയും ഹാസറാമയുടെ ഒക്കെ തന്നെ ഡ്രീംസ് ഇപ്പൊ അങ്ങനെ ഓരോരുത്തരുടെയും മൈൻഡിലേക്ക് ട്രാൻസ്മിറ്റ് ആവും. കാരണം അവൾ ഇപ്പോഴും അവളുടെ കണക്ഷൻ അത് വിച്ഛേദിച്ചിട്ടില്ല. ഹാസറാമയുടെ ഏറ്റവും വലിയ ആഗ്രഹം, സ്വപ്നം അത് മറ്റൊന്നുമല്ല, എല്ലാ നേഷൻസും അതൊന്നായി തീരണം. ഏറ്റവും പ്രധാനമായി 5 രാജ്യങ്ങള് അതൊന്നിക്കണമെന്ന് ആൾ ഒരുപാട് ആഗ്രഹിച്ചിരുന്നു. അപ്പൊ അവിടുന്ന് അങ്ങനെ ബ്ലാക്ക് ഔട്ട് ചെയ്ത ഹാസറാമയുടെ കാലത്ത് ആൾ അലൈൻഡ് ഷിനോബി ഫോഴ്സ് അത് ക്രിയേറ്റ് ചെയ്തത് ഇപ്പൊ ആലോചിക്കാൻ തുടങ്ങും. അന്ന് 5 നേഷൻസ് ഒന്നു ചേർന്നത് കണ്ട് അവൻ സന്തോഷത്തില് അവന്റെ തല കുനിച്ചു നിൽക്കും. ആക്ച്വലി അന്ന് ആ ഒരു ഫൈക്കാകെ മീറ്റിംഗ് അത് നടന്നത് മറ്റൊന്നിനു വേണ്ടി ആയിരുന്നില്ല. ഹാസറാമയാണ് എല്ലാ ടെയിൽഡ് ബീസ്റ്റുകളെയും അന്ന് ലോക്ക് ചെയ്ത് സൂക്ഷിച്ചിരുന്നത്. അവറ്റകളെ ഓരോന്നിനെയായിട്ട് ഓരോ ഗ്രാമത്തിലേക്ക് കൊടുക്കാൻ ഹാസറാമ ആഗ്രഹിച്ചിരുന്നു. അതിനുവേണ്ടിയാണ് ഹാസറാമ 5 രാജ്യങ്ങളെയും അന്ന് ഒന്ന് ചേർത്തത്. ഹാസറാമയാണെങ്കിൽ ഓരോ ടെയിൽഡ് ബീസ്റ്റിനെയും വെറുതെ കൊടുക്കാനാണ് ആഗ്രഹിച്ചത്. പക്ഷെ ടോബുറാമ ആളതിന് സമ്മതിക്കാതെ എല്ലാ ടെയിൽഡ് ബീസ്റ്റുകൾക്കും ക്യാഷ് എണ്ണി വാങ്ങും. അപ്പൊ അവിടുന്ന് അങ്ങനെ ബ്ലാക്ക് ഔട്ട് ചെയ്ത് ഇപ്പൊ പ്രസന്റ് കാണിക്കും. പ്രസന്റില് സാസുകയും നറൂട്ടോയും അവർ രണ്ടുപേരും ഇപ്പൊ ഒബീട്ടോയായിട്ട് പൊരിഞ്ഞ അട്ടികിട്ടി ബഹളം. മറ്റൊരു ഭാഗത്ത് മാതുരയും ഹാസറാമയും അവർ തമ്മിലുള്ള ഫൈറ്റും അങ്ങനെ മുന്നേറിക്കൊണ്ടിരിക്കുകയാണ്. കട്ട് ചെയ്ത വീണ്ടും ഫ്ലാഷ് ബാക്ക് കാണിക്കും. കാകാസ് എല്ലാവരും ഇപ്പൊ ഓരോ അഭിപ്രായങ്ങൾ പറഞ്ഞ് പരസ്പരം ഫൈറ്റ് ചെയ്യാൻ തുടങ്ങും. അതിന് ഹാസറാമ പറയും, നമ്മൾ ഇനിയും പരസ്പരം ഫൈറ്റ് ചെയ്യാൻ പാടില്ല. ഫ്യൂച്ചറിൽ നമ്മൾ 5 നേഷൻസും ഒന്നാവണം. അതിനുവേണ്ടിയാണ് ഈ ഒരു ഫൈക്കാക മീറ്റിംഗ് പോലും ഞാൻ അറേഞ്ച് ചെയ്തത്. അതേസമയം പ്രസന്റ് കാണിക്കും. ഹാസറാമയുടെ ആഗ്രഹം പോലെ തന്നെ ഇപ്പൊ 5 നേഷൻസും ഒന്നായിരിക്കുകയാണ്. ഫൈക്കാകാസും ബാറ്റിൽ ഫീൽഡിലേക്ക് എത്തിക്കഴിഞ്ഞു. അങ്ങനെ എല്ലാവരും ചേർന്ന് ഫൈറ്റ് ചെയ്യാൻ റെഡി ആവുന്നതോട് കൂടെ ഈ ഒരു എപ്പിസോഡും അവസാനിക്കുന്നു. എപ്പിസോഡ് ഇഷ്ടപ്പെടുകയാണെങ്കിൽ തീർച്ചയായിട്ടും ലൈക്ക് ചെയ്യാനും കമന്റ് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കല്ലേ. അടുത്തൊരു അടിപൊളി എപ്പിസോഡുമായിട്ട് കാണുന്നവരെ ഇറ്റ്സ് മീ വിത്ത് മല്ലു എപ്പിസോഡ്.